പണം കയ്യിലുള്ള അനേക ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നത് ഏറ്റവും കൂടിയ പലിശ എത്രയാണെന്ന് അന്വേഷിച്ച് ബാങ്കിൽ അഥവാ ട്രഷറിയിൽ അവർ ആ പണം ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്യുന്നു. അതിനിപ്പോൾ അവർക്ക് കിട്ടുന്ന ഏറ്റവും കൂടിയ പലിശ 7.5%. അപ്പോൾ അതിനകത്ത് റിസ്ക് ഒന്നുമില്ല. ഈ 7.5% എന്നുള്ളത് പിന്നെ 6.5 ആയാൽ 5.5 ആയാൽ അവരത് സഹിക്കുന്നു. അത്രയേ കിട്ടുള്ളൂ. അതിൻ്റെ പേരിൽ വേറെ ഒന്നും ചെയ്യാൻ അവർ തയ്യാറല്ല. അനേക ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ വലിയ തുകകൾ ഇതുപോലെ ഡിപ്പോസിറ്റ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കണക്ക് പറയാം. നിങ്ങളുടെ പണം കൂടുതൽ വരുമാനമുണ്ടാകുന്ന രീതിയിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, നിങ്ങളുടെ പണത്തിന് കൂടുതൽ റിട്ടേൺ എങ്ങനെ നേടാം. അപ്പോൾ ഒന്നും ചെയ്യാതെ ഒരു റിസ്ക്കും എടുക്കാതെ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഒക്കുകയില്ല. എന്നാൽ ആരോഗ്യകരമായ ഒരു റിസ്ക്, ചെറിയ ഒരു റിസ്ക് എടുത്തുകൊണ്ട് വലിയ നേട്ടം ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നാണ് ഞാൻ പറയുന്നത്. ഒരു 50% ആളുകളും, അല്ലെ ചിലപ്പോൾ അതിൽ കൂടുതലും, പണമുള്ളവരിൽ ഒരു 50% കൂടുതൽ ആളുകളും റിസ്ക് ഇല്ലാതെ കിട്ടുന്നത് മതിയെന്ന് വെക്കുന്നവരാണ്. അവരങ്ങനെ തന്നെ തുടരട്ടെ. എന്നാൽ അല്ലാതെ ചിന്തിക്കുന്ന ചിലരൊക്കെ ചിന്തയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ ഇവിടെ ട്രഷറിയിൽ എൻ്റെ പണം 7 ലക്ഷം രൂപ ഇട്ടു എന്ന് വിചാരിക്കുക. ആ 7 ലക്ഷം രൂപയ്ക്ക് അഥവാ 6,95,000 രൂപ അഥവാ 7 ലക്ഷം, ഈ 7 ലക്ഷം രൂപയ്ക്ക് എനിക്ക് കിട്ടുന്നത് ഒരു വർഷം എനിക്ക് കിട്ടുന്നത് 7.5% വെച്ച് 52,125 രൂപ മാത്രമാണ്. അപ്പോൾ ഈ 6,95,000 രൂപ അഥവാ 7 ലക്ഷം രൂപയ്ക്ക് 7.5% പരമാവധി പലിശ ഇന്ന് കേരളത്തിൽ ലഭിക്കുന്നത്, ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ട്രഷറിയിലാണ്. അതാണ് ഇപ്പോൾ 7.5%. അത് 2 വർഷത്തേക്കെങ്കിലും നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. എനിക്ക് കിട്ടുന്നത്, ഏറ്റവും കൂടിയ പലിശയിൽ കിട്ടുന്നത് 52,125 രൂപ ഒരു വർഷം. എന്നാൽ ഈ 7 ലക്ഷം രൂപ അഥവാ 6,95,000 നിങ്ങൾ ഒരു ഇൻഡസ്ട്രിക്ക്, ലാഭം ഉറപ്പായ ഒരു നല്ല ഇൻഡസ്ട്രിക്ക് മുടക്കുമ്പോൾ, ആ ഇൻഡസ്ട്രിക്ക് മുടക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ പ്രൊജക്റ്റ് റിപ്പോർട്ട്, ഡീറ്റെയിൽഡായി പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ എനിക്ക് അതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ്, വരുമാനത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ അത് വെച്ച് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഈ 7 ലക്ഷം രൂപ നിങ്ങളൊരു ഇൻഡസ്ട്രിക്ക് മുടക്കുമ്പോൾ, ഏറ്റവും ചുരുങ്ങിയത് ഞാൻ ഈ പറയുന്ന ഈ ഇൻഡസ്ട്രിക്ക് നിങ്ങൾ മുടക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 52,125 എന്നുള്ള സ്ഥാനത്ത് 15,51,000 രൂപയാണ് ഒരു വർഷം. മാത്രമല്ല, ഈ ഒരു വർഷം അഥവാ 1.25 വർഷം അല്ലെ 1.5 വർഷത്തിനകത്ത് നിങ്ങളുടെ റിസ്ക് തീരും. എങ്ങനെ? നിങ്ങളുടെ മുടക്കുമുതൽ പോരും. മുഴുവൻ മുടക്കുമുതലും നിങ്ങൾക്ക് 1.5 വർഷത്തിനകത്ത് പോരും. ഈ ഇൻഡസ്ട്രി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ആ കിട്ടുന്ന തേങ്ങയുടെ തൊണ്ട് ഒരു മെഷീനിലിട്ട് കൊടുത്താൽ അത് ചകിരിയായും ചകിരിച്ചോറായും വരും. ആ ചകിരി ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ഏജൻസിയായ കയർ ഫെഡ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന് 22 രൂപ വിലയ്ക്ക് നല്ല ചകിരി കൊടുക്കുന്നു. പൈസ കൃത്യമായി കിട്ടുന്നു. ചകിരിച്ചോറ് ഇവിടെ ആളുകൾ വന്നെടുത്തോളും. 6 രൂപ വിലയ്ക്ക് നിങ്ങൾ കൊടുക്കുന്നു. ഇനി അതിലും വലിയ വരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ചകിരിച്ചോറ്
വേറെ വളമായും ഉൽപ്പന്നമാക്കി മാറ്റുന്നു, അഥവാ എക്സ്പോർട്ടിനുള്ള പ്രോഡക്റ്റായി മാറ്റുന്നു. അപ്പം എന്നാൽ ഇതൊന്നും ചെയ്യാതെ തന്നെ ചകിരിച്ചോറ് നിങ്ങളുടെ വ്യവസായ സ്ഥാപനത്തിൽ വന്ന ആളുകൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് പൈസ തന്നേച്ചെടുക്കുന്ന വിലയാണ് പറഞ്ഞത് 6 രൂപ. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടമാണ്. നിങ്ങൾ ബാങ്കിൽ ഇട്ടാൽ 52,125 രൂപ കിട്ടുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് അതിൻ്റെ 30 ഇരട്ടിയോളം 15,51,000 രൂപ നിങ്ങൾക്ക് 1 വർഷം ലഭിക്കുന്നു. അത് ആദ്യത്തെ വർഷമാണ്. അത് കഴിഞ്ഞ് അത് കൂടുതൽ വർദ്ധിച്ച് വരും. അപ്പോൾ ഈ ഇൻഡസ്ട്രിയെക്കുറിച്ച് ഡീറ്റെയിൽസ്, എങ്ങനെയാണ് ഈ ഇൻഡസ്ട്രി തുടങ്ങുന്നത്? ഞാൻ പറഞ്ഞു 6,95,000 രൂപ എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ മുടക്കേണ്ട ഒരു വിഹിതമാണ്. ആകെ മുടക്കെന്ന് പറയുന്നത് 23,70,000 രൂപയാണ്. അതായത് ഇതിൻ്റെ മെഷീൻ്റെ വില, കെട്ടിടം പണിയാനുള്ള എന്ന് പറഞ്ഞാൽ ഈ ഫാക്ടറി ഷെഡ് പണിയാനുള്ള തുക, ഇലക്ട്രിഫിക്കേഷൻ്റെ തുക, പ്രവർത്തന മൂലധനം, ഇതെല്ലാം കൂടെ ചേർത്തുള്ള തുകയാണ് 23,70,000 രൂപ. ഈ 23,70,000 രൂപയിൽ നിങ്ങൾ 6,95 കഴിഞ്ഞ് ബാക്കിയുള്ളത് ബാങ്ക് ലോണാണ്. ഈ എടുക്കുന്ന ബാങ്ക് ലോണിൽ നിങ്ങൾ ഈ പലിശ, അതിൻ്റെ പലിശയും കൂടെ നിങ്ങൾ കൊടുത്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ ലാഭം കിട്ടുന്നത്. ആദ്യത്തെ 1 വർഷം തന്നെ നിങ്ങൾക്ക് ചുരുങ്ങിയത് പ്രോഫിറ്റാണ് ഇവിടെ കണക്ക് കൂട്ടിയിരിക്കുന്നത്. ആ പ്രോഫിറ്റ് ആദ്യത്തെ വർഷം കിട്ടുന്നത് തന്നെ 15,59,000 രൂപയാണ് ഒറ്റ ലാഭം. നിങ്ങളുടെ മുടക്ക്, കയ്യിൽ നിന്നുള്ള മുടക്ക് 7 ലക്ഷം രൂപ. ഇനി ബാങ്ക് ലോൺ ഉൾപ്പെടെ എല്ലാം കൂടെ ചേർത്താലും മുടക്ക് 23,70,000 രൂപ. അതിലും കുറച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും. പക്ഷേ ശരിയായ ഒരു ആവറേജ് കൊള്ളാവുന്ന ഒരു യൂണിറ്റ് തുടങ്ങുന്നതിൻ്റെ ചിലവാണ് ഞാൻ കണക്കൂട്ടിയത്. ഇനി ഇതിനകത്ത് 6 ലക്ഷം രൂപയും പ്രവർത്തന മൂലധനമാണ് എന്ന് പറഞ്ഞാൽ ഈ തൊണ്ട് വാങ്ങാനായിട്ട്, അതുപോലെ ആ തൊണ്ട് വിറ്റ് 6 ലക്ഷം രൂപ പ്രവർത്തന മൂലധനം വരാൻ കാരണം നിങ്ങൾ തൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റെ വില കിട്ടുകയുള്ളൂ എന്നുള്ളത് കണക്കുകൂട്ടലിലാണ്. എന്ന് പറയാൻ അതിന് മുമ്പ് നിങ്ങൾക്ക് പണം കിട്ടും. പരമാവധി നിങ്ങൾക്ക് അങ്ങനെ താമസിച്ചാലും അത്രയും നാൾ പ്രവർത്തിക്കാൻ വേണ്ട മൂലധനം കൂടെ കണക്കൂട്ടിയാണ് ഈ 6 ലക്ഷം രൂപ പ്രവർത്തന മൂലധനം വന്നിരിക്കുന്നത്. അപ്പം ഈ മാത്രമല്ല 6,95 വരാൻ കാരണം ഈ ബിൽഡിങ് 4 ലക്ഷം രൂപയാണ് ബിൽഡിങ്ങിന് മുടക്ക്. ആ മുഴുവൻ മുടക്കും നിങ്ങൾ തന്നെ മുടക്കിയതായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നത്. കാരണം ബിൽഡിങ്ങിന് നിങ്ങൾ ലോൺ എടുക്കാൻ ലോൺ കിട്ടും. അങ്ങനെയാണ് നിങ്ങൾ അതിൻ്റെ 15% മുടക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 6,95,000 എന്നുള്ള സ്ഥാനത്ത് 3,55,000 രൂപയെ മുടക്ക് വരുന്നുള്ളൂ. പക്ഷേ ബിൽഡിങ്ങിന് ലോൺ എടുക്കുമ്പോൾ ആ സ്ഥലം, ഏത് സ്ഥലമാണെങ്കിലും അത് ഈട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ സ്ഥലം ഈട് കൊടുത്ത് ബിൽഡിങ്ങിനും കൂടെ ലോൺ എടുത്താൽ നിങ്ങളുടെ മുടക്ക് 3.5 ലക്ഷത്തിലായിട്ട് ചുരുങ്ങും. ബാക്കി മുഴുവൻ ബാങ്ക് ലോൺ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് അതിൻ്റെ ആ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ്, ഞാൻ ഡീറ്റെയിൽഡ് അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയതാണ്. ഇത് നിങ്ങൾക്ക് വലിയ ലാഭമുള്ളൊരു വ്യവസായമാണ്. ആർക്ക്? ഒരു കണ്ടീഷൻ, ഈ തൊണ്ട്, തേങ്ങയുടെ ചകിരി അഥവാ തൊണ്ട് പരമാവധി 2 രൂപയ്ക്ക് നിങ്ങൾക്ക് സൈറ്റിൽ കിട്ടണം. പിന്നെ ഈ കണക്ക് കൂട്ടിയിരിക്കുന്നത് ഒരു ദിവസം 10,000 തൊണ്ട് അഥവാ ഒരു മാസം 2.5 ലക്ഷം തൊണ്ട് പരമാവധി അടിക്കാവുന്ന ഒരു യൂണിറ്റാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. ഒരു ദിവസം 10,000, ഒരു മാസം 2.5 ലക്ഷം. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞ ലാഭം 15 ലക്ഷത്തി ചില്ലുവാനം രൂപ ഒരു ആദ്യത്തെ വർഷം ലാഭം കിട്ടുന്നതിന് 10,000 തൊണ്ട് ഒരു ദിവസം അടിക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ വർഷം നിങ്ങൾക്ക് വെറും 6,000 തൊണ്ട് ദിവസം അഥവാ ഒരു മാസം 1.5 ലക്ഷം തൊണ്ട് മാത്രം അടിക്കുന്നു എന്ന് കണക്ക് കൂട്ടിയാണ് ഇത്രയും ലാഭം വന്നത്. അപ്പോൾ 10,000 തൊണ്ട് അടിക്കുമ്പോഴത്തേക്കും
നിങ്ങൾക്ക് ആ ലാഭം വളരെ വളരെ കൂടും. അപ്പോൾ 2 രൂപയ്ക്ക് നിങ്ങൾക്ക് ആവശ്യത്തിന് എന്ന് പറഞ്ഞാൽ മാസം 1.5 ലക്ഷം മുതൽ 2.5 ലക്ഷം വരെ 1.5 എങ്കിലും ഉണ്ടായിരിക്കുക തൊണ്ട് സംഘടിപ്പിക്കാൻ സാധിക്കണം. ആ ഒരു മാസം എപ്പോഴെങ്ങനെ അടിച്ചാലും ശരി, ഒരു മാസം 1.5 ലക്ഷം തൊണ്ട് അടിക്കണം. അങ്ങനെ അടിച്ചാൽ ആണ് നിങ്ങൾക്ക് ഈ ലാഭം. അത് നല്ല തൊണ്ടടിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലാഭം, ഈ 15 ലക്ഷം രൂപ ഒരു വർഷം ഉണ്ടാകും. നിങ്ങളുടെ മുടക്ക് കെട്ടിടം നിങ്ങൾ തുക മുടക്കി കെട്ടിടം വെച്ചാൽ, ഷെഡ് വെച്ചാലും നിങ്ങൾക്ക് മുടക്ക് വരുന്ന 6.95. കെട്ടിടത്തിനോട് ബാങ്ക് ലോൺ എടുത്താൽ നിങ്ങൾക്ക് വരുന്ന മുടക്കം 3.55. അപ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ, ഇങ്ങനെയൊരു സംരംഭം തുടങ്ങുന്നവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ലാഭക്കണക്കുകളും അതുപോലെ പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് അടക്കമുള്ള ഡീറ്റെയിൽ പ്രൊജക്റ്റ് റിപ്പോർട്ട് നിങ്ങൾ ബാങ്കിൽ കൊടുക്കേണ്ട, വ്യവസായ വകുപ്പിൽ ഒക്കെ കൊടുക്കേണ്ട, അല്ലെങ്കിൽ കയർ വകുപ്പിൽ കൊടുക്കേണ്ട ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കും. അതിൻ്റെ ഫീസ് അത് അടയ്ക്കുന്നവർക്ക്. ഇപ്പം നിങ്ങൾക്കിത് ഞാനൊരു ഇൻഫർമേഷൻ തന്നാണ്. ഇത് നല്ല ലാഭമുള്ളൊരു യൂണിറ്റാണ്. നിങ്ങൾക്ക് വേണ്ടത്ര തൊണ്ട് ഈ നിരക്കിൽ എങ്കിലും കിട്ടുമെങ്കിൽ, ഇനി ഞാൻ ഇതിനായിട്ട് ആക്റ്റീവായി തുടങ്ങാൻ വരുന്നവരോട് ഇതിനകത്തുള്ള വേറെ കുറേ രഹസ്യങ്ങളും കൂടുതൽ ലാഭം വർദ്ധിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ 1.5 ലക്ഷം തൊണ്ട് അടിച്ചില്ലേലും നിങ്ങൾക്ക് നഷ്ടം വരികയില്ല. നഷ്ടം വരാതിരിക്കണമെങ്കിൽ ചുരുങ്ങിയത് എത്ര തൊണ്ട് അടിക്കണം, ഈ കാര്യങ്ങളെല്ലാം അടങ്ങിയതാണ്. ഒരു വർഷം എത്ര പലിശ വരും, ഒരു വർഷം പ്രവർത്തന മൂലധനത്തിന് എത്ര പലിശ വരും, ഒരു വർഷം അല്ലാതെ മുതൽ എത്ര വരും, പലിശ എത്ര വരും, ലാഭത്തിൻ്റെ ശതമാനം എത്രയാണ്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയതാണ് ഡീറ്റെയിൽ പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇത് യൂണിറ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാനത് ഡീറ്റെയിൽസ് നൽകുന്നതാണ്, അതിൻ്റെ ഫീസ് അടച്ചാൽ. അല്ലാത്തവരറിയുക, ഇത് വലിയ ലാഭമുള്ളൊരു സംരംഭമാണ്. തൊണ്ട് ആവശ്യത്തിന് ഈ പറഞ്ഞ നിരക്കിലെങ്കിലും കിട്ടുമെങ്കിൽ, ഇന്ന് മലപ്പുറത്തൊക്കെ നേരത്തെ 30 പൈസയ്ക്ക് 60 പൈസയ്ക്ക് നല്ല ഇഷ്ടം പോലെ തൊണ്ട് കിട്ടുമായിരുന്നു. അവിടെ പല യൂണിറ്റ് തുടങ്ങി. ഇപ്പോൾ അത് 1 ലക്ഷം സ്പോട്ടിൽ വരുമ്പോൾ 1 രൂപ 60 പൈസ വരെ ആയെന്നാണ് അവിടുന്ന് പുതിയൊരു യൂണിറ്റ് തുടങ്ങുന്ന ആളെന്നോട് പറഞ്ഞത്. അപ്പോഴും 2 രൂപ ആയിട്ടില്ല. ഇതാണ് ഒരു കണ്ടീഷൻ. തൊണ്ട് ആവശ്യത്തിന് കിട്ടണം. ഈ ഒരു 2 രൂപയ്ക്കകത്ത് നിൽക്കണം. ഓൾ ദ ബെസ്റ്റ്. നല്ല സംരംഭം തുടങ്ങി. നല്ലൊരാശയമാണ് ഞാൻ പറഞ്ഞത്. പണം ബാങ്കിലിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ 7.5% വാങ്ങാം, ഒരു റിസ്ക്കുമില്ല. എന്നാൽ അതിൻ്റെ 30 ഇരട്ടി മുതൽ 50 ഇരട്ടി വരെയിൽ വാങ്ങുന്ന ഒരു വഴിയായത്. ഇച്ചിരി ഇതിനായിട്ട് തുനിഞ്ഞിറങ്ങണം. ഒരു 2 വർഷത്തേക്ക് അതിനകത്ത് അല്പമൊക്കെ റിസ്ക് ഉണ്ടാവും. അത് വഹിക്കാൻ കഴിയുന്നവർക്കാണ് ഇത് കിട്ടുന്നത്. അല്ലാത്തവർ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഈ ചെറിയ റിസ്ക് എടുത്തുകൊണ്ട്, അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ കൃത്യത്തിന് ഒരു തവണ കയർ ഫണ്ടിൽ നിന്ന് പൈസ കിട്ടാനായിട്ട് 1 മാസം താമസിച്ചെന്നിരിക്കും. അങ്ങനെയൊക്കെയുള്ള റിസ്ക്കുകൾ ഇതിനകത്ത് വരാം. സാധനം കൊണ്ടുപോകാൻ കുറച്ച് ദിവസം താമസിച്ചെന്നിരിക്കും. ഒരു തവണ തൊണ്ട് വരാൻ കുറച്ച് താമസിച്ചെന്നിരിക്കും. ഇതെല്ലാം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ റിസ്ക്കുകൾ ഏതൊരു സംരംഭത്തിനുണ്ട്. അതെടുക്കുന്നവർക്കായി നേട്ടം കിട്ടുന്നത്. അതിനുവേണ്ടി ഒരു 3 മാസം അല്ലെ 6 മാസം ഈ സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടണം. പക്ഷേ ഇത് ഓടി സ്മൂത്തായി കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. ഒരാളെ ഇരുത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓടിക്കോളും. അങ്ങനെ നിങ്ങൾക്ക് ആ സംരംഭം ഓടിക്കാൻ സാധിക്കും. മാത്രമല്ല, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഇത് ഓടിക്കണമെന്നുമില്ല. ഒരു 5 വർഷം ഓടിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടാവുന്ന തുക വളരെ വളരെ വലുതാണ്. 10 വർഷം ഓടിച്ചാൽ ധാരാളമാണ് നിങ്ങൾക്ക് നിർത്താൻ വേണമെങ്കിൽ. ഇനി നിങ്ങളുടെ റിസ്ക് എന്ന് പറയുന്നത് ഈ മുടക്കുമുതൽ മുഴുവൻ 2 വർഷത്തിനകത്ത് നിങ്ങൾക്ക് തിരികെ പോരുന്നതാണ്. ഇതൊക്കെ ഒരു നല്ല ആശയം കൊടുക്കുകയാണ്. അതനുസരിച്ച് ആ റിസ്ക് എടുത്ത് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി മാത്രം. അല്ലാത്തവരെ ഉള്ള വഴി എന്ന് പറയുന്നത് ഒരു റിസ്ക്കുമില്ലാതെ ഉള്ള പൈസ ഈ പറഞ്ഞ ട്രഷറിയിലോ ബാങ്കിലോ ഇടുക.
പരമാവധി 7.5% വാങ്ങുക. ഗോഡ് ബ്ലെസ് യു.